കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം 4ാം യൂണിറ്റാണ്. മനോഹരമായ ഒരു യൂണിറ്റാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. യൂണിറ്റിൻ്റെ പേര് നോക്കൂ, അപ്പൂപ്പൻ താടി. എന്താണ് അപ്പൂപ്പൻ താടി? ചിത്രത്തിൽ ആദ്യം തന്നെ മനോഹരമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 2 കുട്ടികൾ അപ്പൂപ്പൻ താടി പിടിച്ചിട്ട് ആകാശത്തേക്ക് പറക്കുന്ന ചിത്രമാണല്ലേ. കൂട്ടുകാർക്ക് ചിത്രം ഇഷ്ടമായോ? കൂടാതെ എന്താണ് കൊടുത്തിരിക്കുന്നത്? മനോഹരമായ വിജയലക്ഷ്മിയുടെ മനോഹരമായ ഏതാനും ചില വരികൾ കൊടുത്തിട്ടുണ്ടല്ലേ. അക്ഷരം കൊത്തിയ തത്തമ്മ ആകാശത്തുഞ്ചത്തു ചേക്കേറി, ആരാരും പോകാത്ത ദൂരങ്ങൾ, ആരാരും കാണാത്ത മേഘങ്ങൾ, 51 അക്ഷരം കൂട്ടുണ്ട്, അമ്പിളി നക്ഷത്രം കൂട്ടുണ്ട്. വിജയലക്ഷ്മിയുടെ മനോഹരമായ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, അക്ഷരം കൊത്തിയ തത്തമ്മ ആകാശത്തുഞ്ചത്തു ചേക്കേറി. അക്ഷരം കൊത്തിയ തത്തമ്മ ആകാശത്തുഞ്ചത്തു ചേക്കേറി, ആരാരും പോകാത്ത ദൂരങ്ങൾ, ആരാരും കാണാത്ത മേഘങ്ങൾ, 51 അക്ഷരം കൂട്ടുണ്ട്, അമ്പിളി നക്ഷത്രം കൂട്ടുണ്ട്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ആരാണ് പറക്കുന്നത്? അക്ഷരം കൊത്തിയ തത്തമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമ്മൾ മനുഷ്യരെയാണല്ലേ. അറിവ് തേടി പറക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ആകാശത്തുഞ്ചത്ത് ചേക്കേറി, നമ്മൾ ദൂരങ്ങളിലേക്ക് അറിവ് തേടിയിട്ടുള്ള യാത്രയാണ് മനുഷ്യരെ മഹത്വവൽക്കരിക്കുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. നോക്കൂ, അതിന് നമുക്ക് കൂട്ടെന്തുണ്ട്? 51 അക്ഷരം കൂട്ടുണ്ട് എന്ന ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് നമ്മൾ യൂണിറ്റിലേക്ക് കിടക്കുന്നത്. നമുക്ക് നേരെ യൂണിറ്റിലേക്ക് പോകാം. വാതിൽ. നോക്കൂ, ആദ്യം തന്നെ മനോഹരമായൊരു പാട്ടാണ്, നാടൻ പാട്ടാണ് നമ്മുടെ യൂണിറ്റിൽ ഉള്ളത്. പയ്യേ പയ്യേ എന്നുള്ള മനോഹരമായ ഒരു നാടൻ പാട്ട്. ഇത് എങ്ങനത്തെയുള്ള പാട്ടാണ്? ചോദ്യോത്തര നാടൻ പാട്ടാണ് ഇവിടെ ഉള്ളത്. ചോദ്യോത്തര നാടൻ പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് നാടൻ പാട്ട് അറിയാമല്ലേ. നിങ്ങളെ ഒരുമിച്ച് ക്ലാസ്സിലൊക്കെ ഒരുപാട് നാടൻ പാട്ടുകൾ പാടണം. നോക്കൂ, മനോഹരമായൊരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. കൂടാതെ എന്തുണ്ട്? മനോഹരമായ ഒരു ചോദ്യോത്തര നാടൻ പാട്ടാണ്. നമുക്കൊന്ന് പാടി നോക്കിയാലോ? പയ്യേ പയ്യേ എന്നാണ് ഇവിടെ പാട്ടിൻ്റെ പേര്. പയ്യേ പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാല് കൊടുക്കാത്തെ? പയ്യേ പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാല് കൊടുക്കാത്തെ? കൊടുക്കുമോ ഞാൻ പാടത്തു കറുകമുളയ്ക്കാൻ ഞാൻ? കൊടുക്കുമോ ഞാൻ പാടത്തു കറുകമുളയ്ക്കാൻ ഞാൻ? കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളക്കാത്തെ? കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളക്കാത്തെ? മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാൻ ഞാൻ? മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാൻ ഞാൻ? മഴയേ നീ എന്താ? മഴയേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തെ? മഴയേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തെ? പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാൻ ഞാൻ? പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാൻ ഞാൻ? കോഴി നീ എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാഞ്ഞേ? കോഴി നീ എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാഞ്ഞേ? കൂവുമോ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല്? കൂവുമോ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല്? കുറുക്ക നീ എന്താ പിന്നെ പൂവൻ കോഴി പിടിച്ചത്? കുറുക്ക നീ എന്താ പിന്നെ പൂവൻ കോഴി പിടിച്ചത്? പിടിക്കില്ലാമോ ഞാൻ നന്നീണ സാധനം കണ്ടാല്? പിടിക്കില്ലാമോ ഞാൻ തിന്നണ സാധനം കണ്ടാല്? നമുക്കൊരിക്കൽ കൂടി ചൊല്ലി നോക്കാം അല്ലേ. പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാല് കൊടുക്കാത്തെ?
കൊടുക്കുമോ ഞാൻ പാടത്തു കറുകമുളക്കാഞ്ഞാൽ കൊടുക്കുമോ ഞാൻ പാടത്തു കറുകമുളക്കാഞ്ഞാൽ കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളക്കാത്തെ കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്തു മുളക്കാത്തെ മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ മഴയേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തെ മഴയേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തെ പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാഞ്ഞാൽ പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാഞ്ഞാൽ കോഴി നീ എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാത്തെ കോഴി നീ എന്താ പിന്നെ കാലത്തു നേരത്തു കൂവാത്തെ കൂവുമോ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല് കൂവുമോ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാല് കുറുക്ക നീ എന്താ പിന്നെ പൂവൻ കോഴി പിടിച്ചത് കുറുക്ക നീ എന്താ പിന്നെ പൂവൻ കോഴി പിടിച്ചത് പിടിക്കില്ലാമോ ഞാൻ തിന്നണ സാധനം കണ്ടാല് പിടിക്കില്ലാമോ ഞാൻ തിന്നണ സാധനം കണ്ടാല് നാടൻ പാട്ട് താളമിട്ട് ചൊല്ലൂ. കുട്ടികൾക്ക് കുട്ടികളുടേതായ രീതിയിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ മനോഹരമായ രീതിയിൽ ഈ പാട്ട് താളമിട്ട് ചൊല്ലാവുന്നതാണ്. മഴ പെയ്യാതിരുന്നാൽ ഞാനെങ്ങനെ മുളക്കും? മഴ പെയ്യാതിരുന്നാൽ ഞാനെങ്ങനെ മുളക്കും? ഇത് കറുകയുടെ ചോദ്യമാണ്. മറ്റെന്തെല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ പാട്ടിലുള്ളത്. കുട്ടികൾക്ക് സിമ്പിളായിട്ട് കണ്ടെത്താമല്ലോ. നമുക്ക് നോക്കാം അല്ലേ, എന്തെല്ലാം ചോദ്യങ്ങളുണ്ട് ഇതിൽ. പയ്യേ നീ എന്താ പിന്നെ കുട്ടിക്കു പാല് കൊടുക്കാത്തെ? പശുവിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് നിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാത്തത് എന്ന്. അപ്പോൾ പശു എന്ത് മറുപടിയാണ് പറഞ്ഞത്? കൊടുക്കുമോ ഞാൻ പാടത്തു കറുക മുളക്കാഞ്ഞാൽ. താൻ രുചിയോടെ കഴിക്കുന്ന കറുകപ്പുല്ല് പാടത്ത് മുളക്കാഞ്ഞാൽ ഞാൻ കുട്ടിക്ക് എങ്ങനെ പാല് കൊടുക്കും എന്നാണ് പശു ചോദിച്ചത്. അപ്പോൾ നമ്മൾ കറുകപ്പുല്ലിനോട് ചോദിക്കുകയാണ്, കറുകേ നീ എന്താ പിന്നെ പാടത്തു നേരത്ത് മുളക്കാത്തെ? കറുകപ്പുല്ലേ നീ എന്താണ് പാടത്ത് സമയത്തിന് മുളക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ. മുളയ്ക്കുമോ ഞാൻ ഇടിവെട്ടി മഴ പെയ്യാഞ്ഞാൽ. എന്തുകൊണ്ടാണ് കറുകപ്പുല്ല് പാടത്ത് മുളക്കാത്തത്? മഴ കൃത്യമായ സമയത്ത് പെയ്യാത്തത് കൊണ്ടാണ് പാടത്ത് മുളക്കാത്തത് അല്ലേ, പുല്ല് മുളക്കാത്തത്. അപ്പം നമ്മൾ മഴയോട് ചോദിക്കാം, മഴയേ നീ എന്താ പിന്നെ കാലത്തു നേരത്തു പെയ്യാത്തെ? മഴയെ നീ എന്താണ് സമയത്തിന് പെയ്യാത്തത്, അല്ലെങ്കിൽ മഴ പെയ്യേണ്ട കാലത്ത് എന്താണ് മഴ പെയ്യാത്തത് എന്ന് ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മഴ എന്താണ് പറഞ്ഞത്? പെയ്യുമോ ഞാൻ പൂവൻ കോഴി കൂവാഞ്ഞാൽ. കാലത്തിന് അനുയോജ്യമായിട്ടുള്ള പൂവൻ കോഴി കൂവാഞ്ഞാൽ ഞാൻ എങ്ങനെ മഴയായിട്ട് പെയ്യും എന്നാണ് ചോദിച്ചത്. അതിനർത്ഥം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് വരുന്ന മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. കോഴിയോട് ചോദിക്കുകയാണ്, കോഴി നീ എന്താ പിന്നെ കാലത്തു നേരത്ത് കൂവാത്തെ? അല്ലയോ കോഴി, നീ എന്താണ് കാലത്ത് നേരത്തെ കൂവാഞ്ഞത് എന്ന് കോഴിയോട് ചോദിക്കുകയാണ്. അപ്പോൾ കോഴി എന്താ പറഞ്ഞത്? കൂവുമോ ഞാൻ ഞങ്ങളിലൊന്നിനെ പിടിച്ചാൽ. കോഴിയെ കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരാളെ പിടിച്ചിട്ടുണ്ട് അല്ലേ, ഞങ്ങളിലൊന്നിനെ പിടിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ കൂവും എന്നാണ് കോഴി സങ്കടത്തോടെ ചോദിച്ചത്. അപ്പോൾ കോഴിയെ പിടിച്ച കുറുക്കനോട് ചോദിക്കുകയാണ്, കുറുക്ക നീ എന്താ പിന്നെ പൂവൻ കോഴിയെ പിടിച്ചത്? അപ്പോൾ കുറുക്കനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ പൂവൻ കോഴിയെ പിടിച്ചത് എന്ന്. അപ്പോൾ കുറുക്കൻ എന്ത് മറുപടിയാണ് പറഞ്ഞത്? പിടിക്കില്ലാമോ ഞാൻ
തിന്നണ സാധനം കണ്ടാൽ, എനിക്ക് തിന്നാൻ കഴിയുന്ന സാധനം കണ്ടാൽ, വിശന്നിരിക്കുമ്പോൾ തിന്നാൻ കഴിയുന്ന സാധനം കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും പിന്നെ പിടിക്കാതിരിക്കുമോ, കോഴിയെ ഞാൻ പിടിക്കാതിരിക്കുമോ എന്നാണ് കുറുക്കൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് നാടൻ പാട്ട് ഇഷ്ടമായോ? നമുക്ക് ഇതുപോലെ മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം. താങ്ക്